ഗസയിൽ വെടിനിർത്തലിൽ ധാരണയായില്ല. ഹമാസിന്റെ പ്രധാന ആവശ്യങ്ങൾ ഇസ്രായേൽ തള്ളി. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച CIA മേധാവി വില്യം ബേൺസ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. മധു കൊട്ടാരക്കര നൽകും ന്യൂജേഴ്സിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. മധു, ഗുഡ് മോർണിംഗ്. ഈ സമാധാനം വീണ്ടും നീണ്ടുപോകുന്നു പശ്ചിമേഷ്യയിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ ചർച്ചകൾ അത് ഫലം കാണാതെ പോകാനുള്ള കാരണം? ഒപ്പം ഈ ഏത് കണ്ടീഷൻസ് ആണ് ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയാതെ പോയത്? മോർണിംഗ് പ്രജിൻ. അതേ, ഗസയിലെ വെടിനിർത്തലിനായിട്ടുള്ള ഈ ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയാണ് ഇതിന് മുൻകൈ എടുത്തത്. അമേരിക്ക അതിനായി CIA ചീഫ് വില്യം ബേൺസിനെ ഈജിപ്തിലെ കെയ്റോയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഹമാസും ഇസ്രയേലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ല എന്ന് വേണം നമുക്ക് പറയുവാൻ. ഇസ്രയേല് അവരുടെ സംഘത്തെ ഈ ചർച്ചകൾക്ക് അയച്ചില്ലായിരുന്നു. ഹമാസിന്റെ പ്രധാന ആവശ്യങ്ങളെല്ലാം ഇസ്രയേൽ തള്ളിക്കളഞ്ഞിരിക്കുകയായിരുന്നു. ഈ ചർച്ചകൾക്ക് ഇതിന്റെ തുടക്കത്തിൽ ഒരു പുരോഗതി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും യുദ്ധം നിർത്തില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു നിലപാടെടുത്തതോടുകൂടിയാണ് തീരുമാനമാകാതെ പിരിയേണ്ടി വന്നത്. ഗസയിൽ കഴിഞ്ഞ ദിവസം മാനുഷിക സഹായം എത്തിക്കുന്ന ഇസ്രായേലിന്റെ ഒരു പ്രധാന ക്രോസിംഗ് പോയിന്റിൽ ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തിൽ 3 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷം അവർ ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നൊരു ഭീഷണി ഉയർത്തിയിരുന്നതായി ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്ക് ഹമാസ് ആത്മാർത്ഥതയോടെ അല്ല വന്നിരുന്നതെന്നാണ് യോവ് ഗാലന്റ് ഇപ്പോൾ പറയുന്നത്. ഈ റഫേലേക്ക് യുദ്ധം വ്യാപിക്കുവാൻ ഗസ അതിർത്തിയിൽ അണിനിരന്നിരിക്കുന്ന സൈനികരെ ഹമാസ് ലക്ഷ്യം വെക്കുന്നുവെന്നും ഇസ്രായേൽ ആരോപിക്കുന്നുമുണ്ട്. പ്രജിൻ. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്.